മോർണിംഗ്. അപ്പോൾ നമ്മളിതാ കാത്മണ്ഡുവിലേക്ക് പോയിക്കൊണ്ടിരിക്കും കേട്ടോ. ഏതോ ഒരു വില്ലേജിലല്ലേ ഒരു കേത്തി പിടിച്ച് ഇതൊക്കെ കാണാം, ബോർഡൊക്കെ കാണാം. വില്ലേജ് എന്നൊന്നും പറയാൻ പറ്റില്ല, ഇത് നമ്മുടെ നാടുമായിട്ട് ഭയങ്കര സാമ്യമുള്ളൊരു സ്ഥലം കേട്ടോ. നമ്മുടെ വില്ലേജ് ലൈഫല്ല. അപ്പോൾ പിന്നെ രാവിലെ എണീറ്റ് മെല്ലെ വിടുവാണ് പിന്നെയും വണ്ടി. ഇവിടുത്തെ സൂര്യനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ, ഭയങ്കര ഒരു ഗോൾഡൻ കളർ ഭയങ്കര കൂടുതലാണ്. അതെന്താണോ അറിയില്ല. അപ്പം നേരെ കാത്മണ്ഡു പിടിക്കുവാണ്. എന്തായാലും ഒരു 9 മണിക്കൂർ എന്തായാലും ഇന്ന് രാത്രിയോ നാളെ രാവിലെ എല്ലായിട്ട് എത്തൂലൂ. ആ ഒരു കണക്കിന് പോകാൻ പറ്റുമോ. ഇന്ന് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്, എന്നിട്ട് നോക്കിയിട്ട് ലീവെല്ലാം എടുത്തിട്ട് പെട്ടെന്ന് നേപ്പാൾ തീർക്കാനുള്ള പരിപാടിയിൽ ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ അവർക്ക് ഇന്നലെ രാത്രി നമ്മൾ വന്ന വഴി ഇതുപോലെ തന്നെയാണ് കേട്ടോ. വേറെ കാര്യമായിട്ട് കാണാനൊന്നുമില്ല, സാധാ നമ്മുടെ ഹൈവേ റോഡ് തന്നെ. ഇതേപോലത്തെ വില്ലേജസ് എന്ന് പറയാൻ പറ്റില്ല, ഇതുപോലത്തെ റോഡുകളാണ് കേട്ടോ. നേപ്പാളിലെ ബസ് കണ്ട ഒരുമാതിരി എന്തോ ഒരു ഷേപ്പ് കേട്ടോ, നമ്മുടെ നാട്ടിലെ ബസ് പോലെയല്ല. ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വില്ലേജിലെ കൂടി കേട്ടോ, വിച്ചോൽ എന്ന് പറയും. വിച്ചോൽ എന്ന് പറഞ്ഞൊരു വില്ലേജാണ് ഇത്. കാത്മണ്ഡു റൂട്ടിൽ വരുന്നത് കേട്ടോ. കാത്മണ്ഡു ഇനി നമുക്കൊരു 8-9 മണിക്കൂർ ബാക്കിയുണ്ട്. അത്ര 350 കിലോമീറ്റർ ബാക്കിയുണ്ട്. ഈ വണ്ടിയായിട്ട് ഏറ്റവും കൂടുതൽ ഇവിടെ ഉള്ളത് ടയോട്ടേൻ്റെ വണ്ടി. ഇത് ഗൾഫിലെല്ലാം കണ്ടിട്ടുണ്ട്. ഇപ്പൊ ഏതോ ഒരു കാട്ടിൽ കയറി കേട്ടോ. വൈൽഡ് ലൈഫ് സാങ്ച്വറി ആണ്, ഏതാണെന്നൊന്നും അറിയില്ല. ഒന്നും ബോർഡൊന്നും വായിച്ചിട്ട് മനസ്സിലാകുന്നില്ല, എല്ലാം ഹിന്ദിയാണ്. ഹിന്ദി ഞാൻ വായിച്ചു വരുമ്പോഴത്തേക്ക് അതിൻ്റെ ഇതൊക്കെ മാറിപ്പോവും. കുറെ കാലമായില്ലേ ഹിന്ദിയെല്ലാം വായിച്ചിട്ട്. പറയാൻ കിട്ടും കുഴപ്പമില്ല, പക്ഷെ വായിക്കാനെല്ലാം കുറച്ച് സമയം എടുക്കും. ഇവിടുത്തെ വീടുകളൊക്കെ കാണാൻ നല്ല രസമാട്ടോ. അതായത് ഇവര് കിടന്നുറങ്ങുന്നതെല്ലാം മുകളിലാണ്, താഴെ ഇങ്ങനെ വരെ തൊഴുത്ത് സെറ്റപ്പ് എല്ലാം ആയിരിക്കും കേട്ടോ. സ്കൂൾ ബസ്സാണ് കേട്ടോ, പിള്ളേർ സ്കൂളിലേക്കെല്ലാം പോകാൻ നോക്കി. അങ്ങനെ നമ്മൾ ഏതോ ഒരു ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട്. എത്തൂട KTM ഭീമൻ കത്തരി. അപ്പൊ ഇങ്ങനെ ഇവിടുന്ന് 300 കിലോമീറ്റർ ഉണ്ട് കറക്റ്റ് കേട്ടോ. ബെൽത്താർ എന്ന് പറഞ്ഞ സ്ഥലമാണ്, ബെൽത്താർ. നമ്മൾ പോകുന്ന റൂട്ടൊന്നും വലിയ എന്താ പറയാ അങ്ങനെ വലിയ മാറ്റമൊന്നുമില്ല കേട്ടോ. നമ്മളെ നാട് പോലെ തന്നെയാണ്, വലിയൊരു മാറ്റമൊന്നുമില്ല. പിന്നെ കുറെ വീടുകളൊക്കെ ചെറിയ മാറ്റമുണ്ട്. ഇപ്പോഴത്തെ എല്ലാം കൃഷിക്കാരായതുകൊണ്ട് ആ ഒരു സ്റ്റൈലിലാണ് വീടുകളുള്ളത്. അങ്ങനെ കുറച്ച് മാറ്റങ്ങളേ ഉള്ളൂ. കാലാവസ്ഥ ഇങ്ങോട്ട് ചൂടായി തുടങ്ങി. പിന്നെ അവിടെ സന്ദർഭ സൈഡെല്ലാം നല്ല തണുപ്പായിരുന്നു, രാത്രിയെല്ലാം വേർച്ച് പണ്ട തുടങ്ങി. ഇവിടെ പിന്നെ നല്ല ചൂടാട്ടോ, നല്ല ചൂടെന്നല്ല, പക്ഷെ നമ്മൾ വിറക്കുന്നൊരു ചൂടാണ്. എന്തായാലും കൊള്ളാം. ഇതുപോലെയുള്ള ചെറിയ ചെറിയ ഗ്രാമങ്ങളാണ്. ഇങ്ങനെ പോണം നമുക്ക്. ലഹാൻ ഭീമൻ KTM ഡിക്തൽ. 3-4 സ്ഥലത്ത് ചെക്കിങ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നമ്മള് എല്ലായിടത്തും കൈ നീട്ടും. എല്ലായിടത്തും അവര് വണ്ടീന്റെ മറ്റേ പേപ്പേഴ്സ് കാര്യങ്ങൾ പെർമിറ്റ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റത്തെ ചെക്കിങ്ങിൽ അവർ പിടിച്ചിട്ട് എന്നോട് പറഞ്ഞു ഫൈമാണെന്ന് പറഞ്ഞു. ഞാൻ കാര്യം ചോദിച്ചാൽ എന്നോട് പറഞ്ഞു ചെരുപ്പ് ഇട്ടിട്ട് വണ്ടി ഓടിക്കാൻ പറ്റില്ല പറഞ്ഞു. അങ്ങനെയാണ് റൂൾ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് അറിയില്ല, ഇങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു തരണ്ടേ. ശരിക്കും അങ്ങനെ റൂളുണ്ട്, അതെനിക്ക് അറിയാം. പക്ഷെ അതൊന്നും ആരും ചെക്ക് ചെയ്യാറില്ല. ശരിക്കും വണ്ടി ഓടിക്കുമ്പോൾ ഷുഗറിന് അങ്ങനെ എന്തൊക്കെ ഉണ്ട്. അപ്പൊ പിന്നെ ആളെന്നോട് പറഞ്ഞു. പിന്നെ പൈസ അങ്ങനെ ചോദിച്ചിട്ടൊന്നുമില്ല കേട്ടോ. ഫൈൻ വേണമെന്ന് ആദ്യം പറഞ്ഞു. പിന്നെ എന്നോട് പറഞ്ഞു പോയിക്കോ, ഷൂട്ടിന് വണ്ടി ഓടിക്കണം, ചെരുപ്പിട്ടിട്ട് ഓടിക്കാൻ പാടില്ല പറഞ്ഞു. പിന്നെ
അങ്ങനെ നമ്മള് കറക്റ്റ് ചെയ്ത് തരുക ചെയ്തത് പോലീസുകാർ. ബാക്കിയിലെടുത്ത പോലെ വെറുതെ പൈസ വാങ്ങാനായിട്ട് നിൽക്കുന്ന ടീമല്ല കേട്ടാ. നല്ലോണം വിശകലനം ചെയ്ത് സേഫ് ജേണി കാര്യങ്ങൾ പോകേണ്ട സ്ഥലങ്ങളൊക്കെ പറഞ്ഞത് അടിപൊളി ടീമാട്ടോ അവിടുത്തെ പോലീസുകാർ. അടിപൊളി. നേപ്പാള് നമ്മുടെ നാട്ടിലെ ടീമിലെ കണ്ടു പഠിക്കണം. അട്ടപ്പരിയുന്ന വെയില്, പിള്ളേർ സ്കൂളിൽ പോകാൻ നോക്കി. ഇവിടെ 2 ഷിഫ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ രാവിലെ 6 മണിയാകുമ്പോൾ കുറേ പിള്ളേർ പോകുന്നുണ്ട്. ഇപ്പൊ നോക്കുമ്പോൾ കുറേ പിള്ളേർ പോകുന്നത്. ഇത് നമ്മളെ പോലെയാണ്, ആർക്കോ വേണ്ടി ഇങ്ങനെ പാട്ടും പാടി പോകുന്നുണ്ട്. ഇറങ്ങണ്ട. അങ്ങനെ ഓടി ഓടി നമ്മള് ഒരു കത്താരി എന്ന് പറഞ്ഞ സ്ഥലത്ത് കേട്ടോ, KATARI കത്താരി. അപ്പോ ഇവിടുന്ന് ഡൈവേർഷൻ ഉണ്ടായി ലെഫ്റ്റ്. ഇനി നമുക്ക് 218 കിലോമീറ്റർ ആണുള്ളത്. ബോർഡ് കാണുന്നുണ്ട്. സിന്ധുവളി KTM 221 കിലോമീറ്റർ, BMN 50 കിലോമീറ്റർ. ഓക്കെ, ഇത്രയും സമയത്തെ പോലെയല്ല. ഇപ്പൊ നമ്മളെ റോഡെല്ലാം മാറി തുടങ്ങിയിട്ടുണ്ട്, നല്ല വൃത്തിയായി തുടങ്ങിയിട്ടുണ്ട്. ഇതൊരു സമയം വന്നേലും കുറച്ച് ലോക്കൽ റോഡ് കാര്യങ്ങളൊക്കെ ആയിരുന്നു, നമ്മുടെ നാട്ടിലെ സെയിം സംഭവമായിരുന്നു. ഇപ്പൊ കാണാൻ വേണ്ടി കുറച്ചൊരു ഭംഗിയായി വരുന്നുണ്ട് കേട്ടോ. ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലം ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുക. പക്ഷെ നല്ല വെയില്. അതിനിടയ്ക്ക് ചെറിയൊരു മഴ കിട്ടീന്. ചെറിയൊരു മഴ വെച്ച് തോളിയിട്ട് പോയതേ ഉള്ളൂ. നല്ലൊരു സ്ഥലം കിട്ടിയെങ്കിൽ സൈഡാക്കിയിട്ട് ഫുഡ് ഉണ്ടാക്കായിരുന്നു. പച്ചക്കറി കാര്യങ്ങൾ വാങ്ങി വെച്ചിട്ട് കുറേ ഉണ്ട്. ചോറാണെങ്കിൽ ഒരു അരമണിക്കൂർ കൊണ്ട് ചോറ് വെച്ച് തന്നാ. ദൂദോലി എന്ന് പറഞ്ഞിട്ടൊരു സംഭവം കാണുന്നുണ്ട്. സ്ഥലത്തിന്റെ പേരാന്ന് തോന്നുന്നു, ആയിരിക്കും. അങ്ങനെ അവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്നു. നല്ല സൈറ്റ് ഉണ്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടി. ഇങ്ങനെ എവിടെയെങ്കിലും സ്ഥലമൊക്കെ എവിടെയെങ്കിലും ഫുഡ് ഉണ്ടാക്കാന്ന് വെച്ച് നോക്കി നിന്നതാ. ഇടലും പോലത്തെ മഴ ഒന്നും പറയണ്ട. 6 മണിക്കൂർ കറക്റ്റിന് പോകാനുണ്ട്. ഒരിടയ്ക്ക് നല്ല മഴ പെയ്ത് നന്നായി. വണ്ടി ഫുള്ള് ചെളിയാ. അതെല്ലാം ഒന്ന് ക്ലീൻ ആക്കി ഇട്ടിട്ട്. നല്ലൊരു മഴ കിട്ടിയേട്ടാ. ഞാനും മഴയത്ത് കുളിക്കുവാന്ന്. വണ്ടി അവിടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ വെച്ചിട്ടുണ്ട്. ലോക്കായിട്ടുണ്ടെങ്കിൽ കയ്യില. ഇതാണ് കമലാ നദി ബ്രിഡ്ജ്. ഇങ്ങനെ കുറേ ബ്രിഡ്ജ് ഉണ്ട് കേട്ടോ. നേപ്പാളില് കുറെ ബ്രിഡ്ജുണ്ട്. വരുന്ന വഴിക്ക് തന്നെ എല്ലാ ബ്രിഡ്ജിനും ഓരോ പേരും കൊടുത്ത് നല്ല വൃത്തിക്ക് ഇതേ ഒരു സെറ്റപ്പില് ആക്കിയിട്ടുണ്ട് കേട്ടോ. ബ്രിഡ്ജ് മാത്രമേ ഉള്ളൂ, വെള്ളമൊന്നുമില്ല. എല്ലാം പറ്റിക്കിടക്കുക. നല്ലൊരു മഴ പെയ്തുകൊണ്ട് കുളിയും പരിപാടിയെല്ലാം കഴിഞ്ഞ് തുണിയെല്ലാം മാറ്റി ഒന്ന് ഫ്രഷായി. ഇനിയിപ്പോൾ കാത്മണ്ഡ് വൈകുന്നേരം കുളിക്കണ്ടല്ലോ. 2 ദിവസം കുളിക്കാണ്ട് നമുക്ക് പിടിച്ചേക്കാം. കാരണം അത്യാവശ്യം നല്ല മഴയുണ്ട്, നല്ല തണുപ്പുണ്ട്. ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി സൈഡാക്കാൻ വേണ്ടി നിന്നേ നല്ല മഴയുണ്ടോ. മഴ പോകുന്നേ ഇല്ല. വിശന്നിട്ടാണെങ്കിൽ ഒരു രക്ഷയില്ല. എവിടെയെങ്കിലും മഴ പോകുന്ന സ്ഥലത്ത് സൈഡാക്കിയിട്ട് ചോറ് വെച്ച് നിന്നണം. ഇനി നമുക്ക് 184 കിലോമീറ്റർ ആണ് കാത്മണ്ഡുവിൽ കേട്ടോ. നമ്മള് ഭീമൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് കേട്ടോ. ഇതാണ് ഭീമൻ കേട്ടോ. ഇവിടെ നിന്ന് നമുക്ക് റൈറ്റാണ് പോകേണ്ടത്. ഇതാണ് കാഠ്മണ്ഡു റൈറ്റാണ് പോകാനുള്ളത്. ഇതാണ് ഇവിടുത്തെ ടാക്സി കേട്ടോ. ഇവിടെ ഇങ്ങനെ ചൈനയുണ്ട്, കുറേ ഉണ്ട്. ടൊയോട്ടേൻ്റെ വണ്ടിയുണ്ട്, പിന്നെ ചൈനയുണ്ട്, നിസാൻ്റെ ഉണ്ട്, പല ടൈപ്പ് വാനുണ്ട്. ഇവിടെ ഇതാണ് കേട്ടോ മെയിൻ പിന്നെ യാത്രക്ക് ഉപയോഗിക്കുന്ന സാധനം. എന്തായാലും നമുക്ക് നേരെ വിടാം കാഠ്മണ്ഡു. നേപ്പാളിൽ ആദ്യത്തെ കറി കേട്ടോ. നേപ്പാൾ ഇന്നലെയാണ് കയറിയത്. അപ്പോൾ ഇതുവരെ നമുക്ക് കുക്ക് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ടായില്ല. അപ്പോൾ ഇന്ന് നമുക്ക് എന്തായാലും സെറ്റാക്കാം. വേഗം ഒന്ന് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടാം. നല്ല മഴ വരുന്നുണ്ട്. മഴക്ക് മുമ്പേ ഒന്ന് സെറ്റാക്കിയിട്ട് നമ്മള് കാണിക്കണ്ട നീ എന്താടണ്ട. എല്ലാവരും എന്നോട് പറയലുണ്ട് കേട്ടോ, എനിക്ക് എപ്പം തക്കാളിക്കറി ഇല്ലയോന്ന്. എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ, സത്യം പറയാലോ. റോഡ് സൈഡിൽ തന്നെ ഉള്ളത്, വേറെ സ്ഥലമൊന്നും കിട്ടിയില്ല. മഴ ജസ്റ്റ് കുറഞ്ഞ സമയത്ത് ഞാൻ പിന്നെ എന്നാൽ പെട്ടെന്നൊന്ന് കറിയാക്കാന്ന് വിചാരിച്ചു.
റെഗുലേറ്റർ മാറ്റണം കേട്ടോ. റെഗുലേറ്റർ ഇതുവരെ മാറ്റിയില്ല, കരി പിടിക്കുന്നുണ്ട്. മാറ്റണമെന്ന് വെച്ചാൽ ഇതുവരെ മാറ്റിയില്ല. കുറച്ച് വേസ്റ്റും കാര്യമൊക്കെ ഉണ്ട്, സാറില്ല. വേറെ കാര്യമൊന്നുമില്ല, സ്മെല്ല് കാര്യമൊന്നുമില്ല. ഇങ്ങോട്ടേക്ക് നമുക്ക് പോകണ്ട കേട്ടോ. ഇനി ചൂടായിട്ട് പോലീസ് വെക്കണ്ട വെച്ചിട്ട് ഞാൻ എൻ്റെ ബൂട്ടെല്ലാം എടുത്തിട്ട് കേട്ടോ ഇരിക്കട്ട്. ഇനി അതിനായിട്ടൊരു കുറവ് വേണ്ട. ഇത് പണ്ട് കശ്മീർ നിർത്തിട്ടാ, പിന്നെ ഞാൻ ഇട്ടിട്ട് ഉപയോഗിച്ചിട്ടേ ഇല്ല, വണ്ടി തന്നെ ഉണ്ടായത്. അപ്പം എന്തായാലും നമുക്ക് മുന്നോട്ട് നീങ്ങാം. ഇന്ന് വേർഷം മാറി കേട്ടോ, ഏലക്കായലിടുന്നുണ്ട് ഒരു വെറൈറ്റിക്ക് വേണ്ടി. നെയ്യിലൊക്കെയാണ് നമ്മൾ കടുക് പൊട്ടിക്കുന്നത്, കുറച്ച് ലാവിശാണ്. വെളിച്ചെണ്ണ ഇല്ല കേട്ടോ, വെളിച്ചെണ്ണ കഴിഞ്ഞുകൊണ്ട് നെയ്യിലാക്കാന്ന് വിചാരിച്ചു. നമ്മളെ ഫുഡെല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി കഴിക്കണം. അച്ചാറുണ്ട്, അച്ചാറ് തോമാച്ചൻ തന്ന അച്ചാറാട്ടാ. വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന അച്ചാറ് വേറെ ഉണ്ട് അത്രേ, അത് ഇതുവരെ എടുത്തില്ല. ഓക്കെ, ഗ്യാസ് പോട്ട് എന്നിട്ടിങ്ങനെ ഫുഡ് കഴിച്ചിട്ട് മെല്ലെ ഇറങ്ങാം. നേരത്തെ മഴയത്ത് കുളിച്ചതിൻ്റെ നനഞ്ഞിന് തുണിയല്ലോ. ബസ് വരുന്നു. ഫുഡ് റെഡി. പിന്നെ കഴിക്കട്ടെ കേട്ടോ. കഴിച്ചിട്ട് നമുക്ക് നേരെ വെച്ച് വിടാം. എല്ലാം റെഡിയാണ്. കുറച്ച് അച്ചാറുണ്ട്, ഞാൻ കഴിക്കട്ടെ കേട്ടോ. കുക്കർ കണ്ട, മറ്റേ മാറ്റാത്തതുകൊണ്ട് ഫുള്ള് കരി വരുന്നുണ്ട്. നമുക്ക് റെഗുലേറ്റർ ഒന്ന് മാറ്റണം, അല്ലെങ്കിൽ പാത്രം കഴുകാൻ വലിയൊരു പണിയാണ്. എല്ലാവരും തെറി പറയും, വേറെ നാട്ടിൽ പോയിട്ടും എനിക്ക് തന്നെ തിന്നായില്ല ഒന്ന്. അത് രസമാട്ടോ. എല്ലാ ദിവസവും ഒന്നായാലും കുഴപ്പമൊന്നുമില്ല, വെച്ച് തിന്നുന്ന ഒരു ഭയങ്കര അടിപൊളിയാണ്. അങ്ങനെ നമ്മളെ മുന്നേ യാത്ര തുടരുന്നു. വെച്ച് വിടുന്നുണ്ട് കേട്ടോ. കുറേ സ്ഥലത്ത് എൻട്രി ഇടാണ്ട് കേട്ടോ. എൻട്രി ഇട്ട് പ്രാന്താവും. എല്ലായിടത്തും വണ്ടിയുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ഇങ്ങനെ ഫില്ല് ചെയ്തുകൊണ്ടേ ഇരിക്കണം. പിന്നെ നമുക്ക് വേറെ രക്ഷയില്ല. പുറത്തുനിന്നല്ല വണ്ടി ആയതുകൊണ്ട് ഇങ്ങനത്തെ കുറേ ചൊറകളുണ്ട്, വേറെ പ്രശ്നമൊന്നുമില്ല. ഇതൊരു വ്യൂ പോയിന്റ് ആണ് നമ്മൾ വരുന്ന വഴിക്കില്ല കേട്ടോ. നമ്മൾ വന്ന വഴിയാണ് ഈ റൈറ്റ് സൈഡിൽ കാണുന്നത്. ഈ മല ഫുള്ള് ഇപ്പം ഇങ്ങനെ യൂട്ടണടിച്ചടിച്ചടിച്ചടിച്ച് ഹെയർപിൻസ് കയറി വന്നതാണ്. ഇവിടെ എന്തൊക്കെയോ പണിയൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. നൈസ്. ഇങ്ങനെ കയറി പോകണം നമുക്ക് കേട്ടോ. ഫുള്ള് ഹെയർപിൻ പോകുന്ന വഴി ഫുള്ള് അങ്ങനെയാണ്. വെറുതെ ഇത്ര സമയം കാണിക്കുന്നത്. ആ 100 കിലോമീറ്ററേ ഉള്ളൂ, പക്ഷെ അതിന് 4-5 മണിക്കൂർ കാണിക്കുന്നുണ്ട്. ഫുള്ള് വഴി ഇങ്ങനെയാണ്. അപ്പോൾ നോക്കിയാറിയാം കണ്ട, വളഞ്ഞ് 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 നല്ല ഗിയറിലിട്ട് ഇറങ്ങി പോകട്ടോ. തിരക്കൊന്നും ആക്കുന്നില്ല, എല്ലാരും വെച്ച് പാഞ്ഞു പെടുന്നുണ്ട്. ഇവിടുത്തെ കുറെ മറ്റേ വാനുണ്ട്, ടാക്സിക്കാർ, അവരെ വൃത്തിയിട്ട പോക്കാ പോവാ. നമുക്ക് ഇറങ്ങി അടിച്ച് കയറണം കേട്ടാ. എത്ര ഓടിച്ചിട്ടും നമ്മളെ ചുരം കഴിയുന്നില്ല കേട്ടാ. ചുരം ഇനിയുണ്ട് എത്ര. ഇങ്ങനെ ഇറങ്ങിപ്പോകുന്ന വഴിയാ ഇത്. ഇങ്ങനെ കറങ്ങി അടിച്ചടിച്ചടിച്ചടിച്ച് അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ഇനി പിന്നെ മലയുണ്ടെന്ന് തോന്നുന്നു. ഇല്ല, ഏകദേശം തീരാനായി കേട്ടാ. ഓക്കെ, അതേ ഉള്ളൂ. ഇത് ഇറങ്ങിക്കഴിഞ്ഞാൽ കഴിഞ്ഞ്. കുറെ സമയം ഇറങ്ങുന്നേ, തീരണ്ടേ ഇത്. ഏതോ ഒരു പുഴയെല്ലാം കാണുന്നുണ്ട് കേട്ടോ. ഇത് വേറെ വരുന്ന വെള്ളമാണ്, കലക്ക വെള്ളം. ചൂടാട്ടോ നല്ലോണം. ഞാൻ വിചാരിച്ചു കാഠ്മണ്ഡു നിലം പറയുമ്പോൾ കുറച്ച് മുകളിലായില്ലേ, അപ്പോൾ അത്യാവശ്യം തണുപ്പുണ്ടാകുന്ന വിചാരിച്ചേട്ടാ. ഇവിടെ എന്തൊക്കെയോ സ്റ്റേ പോലത്തെ എന്തൊക്കെയോ കാണുന്നുണ്ട്. ഇവിടെ ഫുള്ള് മണ്ണാട്ടോ, സാധാ മണ്ണ്, ചോന്ന മണ്ണ്.
ഇത് കണ്ട നിങ്ങള് ഫുൾ കണ്ണാടി നോക്കിയ ഇതെന്താ സംഭവം എനക്കും അറിയില്ല കേട്ടോ. കാഠ്മണ്ഡു എത്തുമ്പോ ഞാൻ കണ്ടാണ് ഇത്. മറ്റേ തൊട്ടിലെല്ലാം കെട്ടിയിടുന്നവരാന്ന് തോന്നുന്നു, അത്രയോ കണ്ണാടി. ഫുൾ കണ്ണാടി കേട്ടാ. ഓ ഹോ 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 ഹോ, എത്ര കണ്ണാടി അത്! ഇതെന്തിനാ ഇങ്ങനെ വാങ്ങിയിട്ടുണ്ടോ? ഇതിന്റെ ഐതിഹ്യം ഉണ്ടാകുന്ന എനിക്കറിയില്ല കേട്ടോ. പക്ഷെ കണ്ണാടി കണ്ടിട്ട് എന്റെ കണ്ണ് കലങ്ങി. എന്റെ പൊന്നു, ഇതെന്താ നോക്കി ഞങ്ങള് എവിടെ മുതൽ തുടങ്ങുന്ന അയ്യോ. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ കണ്ണാടി ഉണ്ട് കേട്ടോ. എവിടെയോ എത്തിയേട്ടാ, എവിടെയാന്ന് എനിക്കും അറിയില്ല. നമുക്കിനി കാഠ്മണ്ഡുവിലേക്ക് 78 കിലോമീറ്റർ ഉണ്ട്. വിടുവാണ് ഫുള്ള് പാച്ച് വർക്കാണ്. റോഡ് കടകട അടിക്കുന്നുണ്ട്. ഇപ്പത്തെ ഫ്ലഡിന് പോയതാ കേട്ടോ. ഫ്ലഡിന് പോയിട്ട് ഇപ്പൊ പാലെല്ലാം ആക്കുന്നേ ഉള്ളൂ. പാലത്തിന്റെ പണിയെല്ലാം നടക്കുന്നേ ഉള്ളൂ. വെള്ളം വന്നിട്ട് ഫുള്ള് അങ്ങനെ കൊണ്ടുപോയിട്ടാ. ഒന്നുമില്ല, റോഡൊന്നുമില്ല. അവിടെ ഒരു പാലത്തിന്റെ പണിയെല്ലാം തുടങ്ങുന്നേ ഉള്ളൂ. ഇപ്പൊ കറങ്ങി അടിച്ച് വരണം. തൂക്കുപാലെല്ലാം പോയി. തൂക്കുപാലത്തിന്റെ പകുതി അവിടെ തന്നെ ഉണ്ട്. പകുതി വെള്ളം കൊണ്ടുപോയി. മല പോലെ കൂട്ടിയിട്ടിട്ടുണ്ട് വേസ്റ്റ് എല്ലാം. ശരിക്കും നേപ്പാളിൽ മഴക്കാലം തുടങ്ങിയില്ല. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് വന്നത് കേട്ടോ. മഴക്കാലം തുടങ്ങിക്കഴിഞ്ഞാൽ നേപ്പാൾ അത്യാവശ്യം നല്ല ഓഫ് റോഡാണ്. പിന്നെ ലാൻഡ് സ്ലൈഡിങ് കാര്യങ്ങളെല്ലാം ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ വെള്ളേക്ക് നോക്കിയാൽ മനസ്സിലാവും. വെള്ളം നെടിഞ്ഞ് മുറിഞ്ഞ് അതാ ഇന്നോവെല്ലാം പോകുന്ന കാണുന്നുണ്ട്. അത്ര ചെറുതാണ്. ഒരു ബ്രിഡ്ജ് ഉണ്ട് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് റിലാക്സ് ആവാലോ എന്ന് വെച്ചൊന്ന് ചവിട്ടിയതാ. നല്ല ബ്രിഡ്ജ്, അടിപൊളി ബ്രിഡ്ജ്. ആടുന്ന ബ്രിഡ്ജൊന്നല്ല, അടിപൊളി ബ്രിഡ്ജാ. പുതിയതാന്ന് തോന്നുന്നു. ഇങ്ങനെ തന്നെയെങ്കിലും ഇവിടെ ഉണ്ടാക്കണം കേട്ടോ. അല്ലെങ്കിൽ മഴയത്തെല്ലാം കൂടി അങ്ങ് പോവും. കാരണം നമ്മളിപ്പോൾ കണ്ടതാണ് ആ ചെറിയതെല്ലാം എൻ്റെ പകുതി ഉള്ളു. അവിടെ പകുതി വെള്ളം കൊണ്ടുപോയി. ഇത് നമ്മളെ ചിച്ചാമ്പരിച്ചെല്ലാം പോലത്തെ സെറ്റപ്പാ. കാഠ്മണ്ഡു പോകാനുള്ള വഴിയാട്ടാ. റിവർ ക്രോസിംഗ് എല്ലാം ഉള്ളത്. ഞാനും വിചാരിച്ചു എന്താന്ന് കാഠ്മണ്ഡുവിലേക്ക് ഇത്ര ഇത് പോകുന്ന വഴി ഫുള്ള് ഇതേപോലെ ലാൻഡ് സ്ലൈഡിങ്ങും പരിപാടിയൊക്കെ ആയിട്ട് ഫുള്ള് പണിയാട്ടാ. പൊളിച്ചെടുത്തില്ലേ, അതാണ് അവസ്ഥ. ഇനി 3 മണിക്കൂറാണ് കാണിക്കുന്നത്. ആകെ 19 കിലോമീറ്റർ ഇല്ലേ. വേറെ രക്ഷയില്ല, ഇങ്ങനെ പോകാൻ പറ്റൂ. ഇനിയിപ്പോൾ റിട്ടേൺ പോകണമെങ്കിൽ ഒരു ദിവസം തിരിച്ചു പോകാൻ 1 ദിവസത്തിന് മുകളിൽ വേണം കേട്ടോ. കുറേ വാട്ടർ ക്രോസിംഗ് ഉണ്ട് ചെറിയ ചെറിയതെല്ലായിട്ട്. നമുക്ക് പ്രശ്നമില്ല, നമുക്ക് കയറി പോവാം. കാറെല്ലാം കൊണ്ട് വരുന്നവർക്ക് ഭയങ്കര പണിയാണ്. അവിടെ JCB മണ്ണെല്ലാം മാറ്റിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ കേട്ടോ. ഇതൊക്കെ മാറ്റിയിട്ട് ഒരു വഴി ഉണ്ടാക്കിയിട്ട് വേണം പോകാൻ. ഫുൾ ക്യൂവിലായുള്ളൂ. ഇവിടെ എല്ലാം റോഡ് അടഞ്ഞിട്ടായില്ല കേട്ടോ. കാഠ്മണ്ഡുവിലേക്ക് നോക്കിയ സമയത്ത് ടോളൊന്നും കണ്ടില്ല. ഞാൻ അന്നേരം വിചാരിച്ചടാ നല്ല അടിപൊളി സർക്കാർ തന്നെ വിചാരിച്ചാ. പിന്നെയല്ല മനസ്സിലായത് റോഡില്ല. പിന്നെ എങ്ങനെ ടോൾ വാങ്ങും? റോഡില്ല, ഫുൾ ഓഫ് റോഡിൻ്റെ കളിയാ. സന്തക്ഫു എല്ലാം വെറുതെ പോയി. സന്തക്ഫു പോകാണ്ട് നേരെ ഇങ്ങോട്ട് വന്നാൽ മതിയായിരുന്നു. എന്നാൽ പിന്നെ 2 ദിവസത്തെ പൈസ ലാഭമായേനെ. ഫുൾ ഓഫ് റോഡ് കേട്ടോ. വൻ ക്യൂ ആയിരിക്കുകയാണ്. 1 by 1 ഇങ്ങനെ വലിയ ക്യൂ ഉണ്ട് കേട്ടോ. അതെ, നമ്മൾ കാഠ്മണ്ഡുവിലുള്ളത് എന്താണ് ടിപ്പർ ലോറീനെ കൊണ്ട് കളിയ. ബാക്കില് ഫ്രണ്ടിൽ നിറച്ച് ടിപ്പർ കേട്ടോ. എന്ത് കുരിപ്പായി കൊണ്ടുപോകും അതിനും മാത്രം. ഫുള്ള് ബ്ലോക്കാ. ലോറികളെ കൊണ്ട് ഏറ് കളി. ഒരു ലോറി വരുന്നുണ്ട് കേട്ടോ.
ഫുള്ള് ഇവിടെ എല്ലാവരും ലോറി ഫാൻസാണ്. പോലീസുകാർ ലോറി പോകുന്നുണ്ട്. ഫുള്ള് ബ്ലോക്കാണ്, ബ്ലോക്കോട് ബ്ലോക്ക്. വണ്ടിയെല്ലാം കണ്ട മംഗലപ്പുര ലോറി. രാത്രിയായി പിന്നെ ബ്ലോക്കാട്ടോ. ഫുള്ള് ലോറീനെ കൊണ്ടുള്ള ബ്ലോക്കാണ്. നമ്മൾ ഓൾറെഡി കാഠ്മണ്ഡു എത്തി. ഞാനിനി രാവിലെ കാണാനുള്ള സ്ഥലത്തേക്ക് എവിടെയെങ്കിലും പോയിട്ട് എവിടെയെങ്കിലും പാർക്കിംഗ് കിട്ടുന്ന നോക്കിയിട്ട് എവിടെയെങ്കിലും സൈഡാക്കി കിടന്നുറങ്ങണം കേട്ടോ. നല്ല മഴയുണ്ട്, നല്ല തണുപ്പ് കുറച്ചുണ്ട്, എന്നാലും വലിയ തണുപ്പൊന്നുമില്ല. മഴ പെയ്താൽ മതിയായിരുന്നു കുറച്ച് നല്ലോണം. നാളെ തെണ്ടിത്തിരി കേട്ടോ. ഞാൻ വിചാരിച്ച പോലെ ഒന്നല്ല, ഇവിടം വരെ എത്തുന്ന ഒരു വഴിയുണ്ടല്ലോ, വളരെ വൃത്തിയായിട്ട്. ലോറി നോക്കിയത് ഫുള്ള് ലോറി കേട്ടോ, എല്ലാം ടിപ്പർ, ടാറ്റ ടിപ്പർ. അതിനെ കൊണ്ടാണ് എത്ര ബ്ലോക്ക്, നിറച്ച് ലോറിയാ. ഇവിടെ വേറെ വണ്ടിയൊന്നും ഞാൻ കണ്ടില്ല. ഇവിടെ എന്തോ സംഭവം ഉണ്ട്, ഇവിടെ ഫാക്ടറി പോലെ എന്തോ സെറ്റപ്പ് ഉണ്ട്. ഫുള്ള് എന്തോ കൊണ്ടുപോകുന്നുണ്ട്, എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പക്ഷെ ഇവിടെ ആയിരക്കണക്കിന് ടിപ്പറുണ്ട്. നല്ല മഴയാട്ടാ. നമുക്ക് ആകെ ഒരു 10 മിനിറ്റ് പോകാനില്ല. എവിടെയെങ്കിലും കൊണ്ടുപോയി സൈഡാക്കായിരുന്നു. ഇത് പണ്ടാരോ ഈ ലോറിനെ കൊണ്ടൊരു രക്ഷയില്ല. എത്ര ടിപ്പർ, എന്താണ് ഇത്? നിറച്ച് ബ്ലോക്കാ, ചറവറ ബ്ലോക്ക്. വണ്ടി ഇങ്ങോട്ട് വരുന്നുണ്ട്. ആ വണ്ടി എങ്ങനെ പോകുന്നൊന്നും എനിക്കറിയില്ല. ഒരു വണ്ടി ഇങ്ങോട്ട് കയറി വരുന്നുണ്ട്. 110 ലോറിൻ്റെ ഇടയ്ക്ക് നമ്മളും ഇങ്ങനെ ഇരിക്കുക കേട്ടോ. നട്ടപ്പായൊക്കെ 11 അയ്യോ എന്തൊരു ബ്ലോക്ക്, ഇത് എന്താണ് ഇങ്ങനെ? അയ്യോ എനിക്കറിയില്ല കേട്ടാ. ഭ്രാന്തായി. എങ്ങനെയെങ്കിലും ഒന്ന് സൈഡായി കിടന്ന് ഉറങ്ങാന്ന് വെക്കുമ്പോഴത്തേക്ക് അങ്ങനെ ബ്ലോക്കെല്ലാം കഴിഞ്ഞതാ. നമ്മൾ ഈ സ്തൂപത്തിൻ്റെ അടുത്ത് എത്തിട്ടാ. ഇവിടെയാണ് ലാസ്റ്റ് വന്ന് എത്തിച്ചേർന്നത്. അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും സൈഡാക്കിയിട്ട് കിടന്നുറങ്ങണം. അപ്പോൾ കാഠ്മണ്ഡുവിലെ കാഴ്ചകളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ, താങ്ക് യു.